നമുക്ക് ചുറ്റും കാണുന്ന യാഥാർത്ഥ്യം അധികൃതരോട് നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കണം. എപ്പോഴും ഇതുള്ളതല്ലേ എന്ന് ചോദിച്ച് ഒഴിഞ്ഞു മാറാൻ വരട്ടെ. എറണാകുളം കോതമംഗലത്ത് കാട്ടാന മറിച്ചിട്ട പന വീണ് മരിച്ച വിദ്യാർത്ഥിനിയുടെ സംസ്കാരം വൈകിട്ട് നടക്കും. തൃശൂർ പാലായി സെന്റ് സെബാസ്റ്റ്യൻസ് പള്ളിയിലാണ് സംസ്കാര ചടങ്ങുകൾ. അപകടത്തിൽ പരിക്കേറ്റ അൽത്താഫ് ചികിത്സയിൽ തുടരുകയാണ്. കോതമംഗലം നീണ്ടപാറയിൽ ഇന്നലെ വൈകിട്ടാണ് അപകടമുണ്ടായത്. ഇവിടെ ഇറങ്ങിയ കാട്ടാന പന മറിച്ചിട്ടു. അത് വിദ്യാർത്ഥികളുടെ ദേഹത്തേക്ക് വീണു. എന്താണ് നീണ്ടപാറയിൽ നടന്നതെന്ന് അൽ-അമീൻ തോട്ടുമുക്ക് വിവരിക്കും. സൂര്യ, ഞാനിപ്പോൾ നിൽക്കുന്നത് നേര്യമംഗലത്താണ്. നേര്യമംഗലം ചെമ്പൻകുഴി എന്ന് പറയുന്ന സ്ഥലം. ഇന്നലെ രാത്രി ഇവിടെ നിന്ന് വന്നൊരു വാർത്ത, ആന പന തള്ളിയിട്ട് അത് വീണ് അല്ലെങ്കിൽ അത് വന്ന് മറിഞ്ഞു വീണ് ഒരു വിദ്യാർത്ഥിനി മരിച്ച അപകട വാർത്ത നമ്മൾ ഇന്നലെ കേട്ടിരുന്നു. ആ പനയും ആ ആന ഇറങ്ങി വന്ന കാടുമൊക്കെയാണ്. ആ കാടിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ആന ഇറങ്ങി വന്ന ഇതിന് ശേഷം, ഈ പന മറിച്ചിട്ടതിന് ശേഷം തിരിച്ച് കയറിപ്പോയ ആനയുടെ കാൽപ്പാടുകൾ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം. വലിയ കാൽപ്പാടുകളാണ്. കാട്ടാനയാണ്. മറിച്ചിട്ട പനയാണ് നമുക്കിപ്പോൾ കാണുന്നത്. പൂർണ്ണമായും കുത്തി മറിച്ചിട്ടിരിക്കുകയാണ്. വേരോടുകൂടി പടർത്തി മാറ്റി ആ മരത്തെ തള്ളിയിട്ടിരിക്കുകയാണ്. അത്യാവശ്യം വലിയ നീളമുള്ള പനയാണ്. ഈ പന വെറുതെ തള്ളി മറിച്ചിട്ട് ഓല കഴിച്ച് പോവുകയല്ല. ഇവിടെ നിന്ന് ആളുകളൊക്കെ നമ്മൾ നേരത്തെ സംസാരിച്ചപ്പോൾ പറഞ്ഞത് ഇത് കുത്തിപ്പൊളിക്കും. ഈ പന കുത്തിപ്പൊളിക്കും. നമുക്കിപ്പോൾ കാണാം, 4ആയിട്ട് പിളർത്തി കീറിയിട്ടിരിക്കുകയാണ്. വെട്ടിക്കീറി ഇടുന്നത് പോലെ 4ആയിട്ട് പിളർത്തിയിട്ടേക്കാണ്. അപ്പോൾ ഇങ്ങനെ പിളർത്തുന്നത് ഈ കാണുന്ന നാര് പോലെ കാണുന്ന ഭാഗം, ഇതിൻ്റെ ചോറെന്നാണ് ഇവിടുത്തെ പ്രദേശവാസികൾ പറയുന്നത്. ഓരോ നാട്ടുഭാഷയുണ്ട്. അപ്പോൾ ഈ നാര് ആനയ്ക്ക് ഇഷ്ടഭക്ഷണമാണ്. അപ്പോൾ ഈ പനയോല കഴിക്കുന്നത് പോലെ തന്നെ ഈ പന മരം കുത്തി പിളർന്നതിന് ശേഷം ഈ നാരും കഴിച്ചിട്ടാണ് ആന മടങ്ങുന്നത്. പക്ഷേ നിർഭാഗ്യവശാൽ ആന കുത്തിമറിച്ചിട്ട് നമുക്ക് കാണാം, ഇതിൻ്റെ നീളം കാണാം. അത്യാവശ്യം വളരെ നല്ല നീളമുള്ള ഒരു പനയാണ്. ഇത് മറിച്ചിട്ടപ്പോൾ അത് നേരെ പോയി വീണത് റോഡിലേക്കാണ് ചെന്ന് പതിച്ചത് എന്നുള്ളതാണ്. അതായത് നേര്യമംഗലത്ത് നിന്ന് ചെറുതോണിയിലേക്കും ഇടുക്കിയിലേക്കും ഒക്കെ പോകുന്ന റോഡ്, ഇടുക്കിയിൽ നിന്ന് ഈ പറഞ്ഞതുപോലെ ചെറുതോണിയിലേക്കും മറ്റും വരുന്ന ഭാഗം. അപ്പോൾ അങ്ങനെ ഇന്നലെ ഇടുക്കിയിൽ നിന്ന് ഈ കോതമംഗലം ഭാഗത്തേക്ക് വരവെയാണ് അൽത്താഫും അതുപോലെ തന്നെ ആൻമരിയയും ഈ ബൈക്കിൽ സഞ്ചരിച്ച് വരവെയാണ് ഈ പന അവരുടെ ദേഹത്തേക്ക് വന്ന് പതിച്ചത്. അവരുടെ മേലേക്ക് വന്ന് പതിച്ചതും അപകടത്തിലേക്ക് എത്തിയതും. നമുക്ക് ആ റോഡിൻ്റെ ദൃശ്യങ്ങളും റോഡിൽ പനയോലേക്ക് കിടക്കുന്ന ദൃശ്യങ്ങളും കൂടി നമുക്കൊന്ന് കണ്ടുവരാം. ഈ പന, നേരത്തെ നമ്മൾ കണ്ട പന ആ കാട്ടിൽ നിന്ന് റോഡിലേക്ക് മറിഞ്ഞ് വീണ് കിടക്കുകയാണ്. ഇവിടേക്ക് ചരിഞ്ഞ് കിടക്കുകയാണ് പനയോല. നമുക്ക് ഈ റോഡിൻ്റെ വശങ്ങളിൽ മുഴുവനും പനയോലയും കാണാം. ഈ പനയോലയും അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ അതിൻ്റെ ആ മരത്തിനുള്ളിലെ ചോറ്, അതിൻ്റെ നാരൊക്കെയാണ് ആനയ്ക്ക് ഇഷ്ടഭക്ഷണം. പക്ഷേ ഇന്നലെ ഇത് കഴിക്കുന്നതിന് വേണ്ടിയാണ് ഈ കാട്ടാന വന്ന് നേര്യമംഗലത്ത് ഈ പന കുത്തിമറിച്ചിട്ടത്. പക്ഷേ അത് കഴിച്ചു പോകാനായില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ പനയോലയും അതിൻ്റെ ആ തടി പിളർത്തിയിട്ടെങ്കിലും അതിൻ്റെ ചോറൊക്കെ തന്നെ അവിടെ തന്നെ ഉണ്ട്. അതൊന്നും ആനയ്ക്ക് കഴിക്കാനായിട്ടില്ല. ഇവിടെ നിന്ന് ആ അൽത്താഫും ആൻമരിയും സഞ്ചരിച്ച ആ ബൈക്ക് ഏതാണ്ട് 30 മീറ്റർ അപ്പുറത്ത് 30-50 മീറ്റർ അപ്പുറത്ത് ഒരു കുഴിയിലേക്കാണ്. ആ റോഡിൻ്റെ ഈ മരം വന്ന് വീണതിൻ്റെ എതിർവശത്ത് ഒരു കുഴിയിലേക്ക് ആ ബൈക്ക് പോയി പതിക്കുകയായിരുന്നു. അപകടത്തിൽപ്പെട്ട ബൈക്ക് നമ്മൾ നേരത്തെ കണ്ടതാണ്. എവിടെയാണ് അപകടം നടന്നതെന്നുള്ള സ്ഥലം നമ്മൾ കണ്ടതാണ്. അത്രത്തോളം ആഘാതം ആ അപകടത്തിനുണ്ടായിരുന്നു. അല്ലെങ്കിൽ ആ പന വന്ന് പതിച്ച് അൽത്താഫും അതുപോലെ തന്നെ ആൻമരിയും തെറിച്ച് വീഴുമ്പോൾ അത്രത്തോളം ആഘാതം അവർക്ക് ഏറ്റിരുന്നു എന്നുള്ളതാണ്. തൊട്ട് താഴേക്ക് ഒരുപാട് വീടുകളുണ്ട്. ഒരു ജനവാസ മേഖല കൂടിയാണ്. നിരവധി വീടുകൾ തൊട്ടടുത്ത ഭാഗങ്ങളിലുണ്ട്. അപ്പോൾ അവരൊക്കെ പറയുന്ന അവിടെ കൃഷിയൊക്കെ സ്ഥിരമായി നശിപ്പിക്കുന്ന പതിവാണ്. നമുക്കിവിടെ കാണാം വാഴ കൃഷിയും മറ്റ് തെങ്ങും അതുപോലെ തന്നെ മറ്റു പല കൃഷിയും നമുക്കിവിടെ കാണാനാകുന്നുണ്ട്. അപ്പോൾ കൃഷിയൊക്കെ വ്യാപകമായി നശിപ്പിക്കുന്നുണ്ട്. ആന വേലിയില്ല. കാലങ്ങളായി വലിയ തരത്തിലുള്ള പ്രതിഷേധം പ്രദേശവാസികളിൽ നിന്ന് പല വിഷയങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്നുണ്ട്. പക്ഷേ ഫോറസ്റ്റ് അധികൃതർ വേണ്ട രീതിയിൽ പരിഗണിക്കുകയോ പരിഹാരം കാണുകയോ ചെയ്യുന്നില്ല എന്നുള്ള പരാതി കൂടി പ്രദേശവാസികൾക്കും നാട്ടുകാർക്കുമുണ്ട്. നേര്യമംഗലത്തെ അപകട സ്ഥലത്ത് നിന്ന് വീഡിയോ ജേർണലിസ്റ്റ് CP വിജീഷിനും നിതിലിനുമൊപ്പം റിപ്പോർട്ടർ അൽ-അമീൻ ഇൻ റിപ്പോർട്ടർ.